അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓരോ ക്രിസ്മസ് കാലവും ബേത്ലഹേമിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. ബേത്ത് ലഹമോ എന്ന പദത്തിന് അപ്പത്തിൻ്റെ വീട് എന്നാണ് അർത്ഥം. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്ന ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന്. തൻ്റെ ക്രൂശാരോഹണത്തിന് മുൻപ് പെസഹ തിരുനാളിൽ അവൻ ലോകത്തിന് സ്വയം അപ്പമായി തീർന്നു. തൻ്റെ ശരീരരക്തങ്ങളെ വിഭജിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി. ബേത്ലഹേം നമ്മൾക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. ഒന്ന്, ബേത്ലഹേം ദൈവദർശനത്തിൻ്റെ വേദിയാണ്. മാലാഖമാരും ആട്ടിടയന്മാരും വിദ്വാൻമാരും ഉണ്ണിയേശുവിനെ കാണുവാൻ ദൈവദർശനത്തിന് വേണ്ടി വേദിയാകുന്നത് ബേത്ലഹേമാണ്. സ്വയം സമർപ്പിക്കുവാൻ, കാഴ്ചകൾ അർപ്പിക്കുവാൻ ബേത്ലഹേം മുഖാന്തരമാവുകയാണ്. രണ്ടാമതായി, ബേത്ലഹേം തിരസ്കരണത്തിൻ്റെ കൂടി വേദിയാണ്. യൗസേപ്പ് പിതാവിൻ്റെയും മറിയത്തിൻ്റെയും മുൻപിൽ വാതിലുകൾ ഇവിടെ ഇടമില്ല എന്ന് പറഞ്ഞ് കൊട്ടി അടയ്ക്കപ്പെട്ടതും ബേത്ലഹേമിലാണ്. ഈ ക്രിസ്മസിൽ ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ ദൈവദർശനത്തിൻ്റെ വേദിയാണോ അതോ തിരസ്കരണത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നവയാണോ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന്, ഉണ്ണിയേശുവിന് പിറക്കുവാൻ നല്ല ഹൃദയങ്ങളെ ഒരുക്കുവാൻ നമുക്ക് സാധ്യമാകുമോ? ആംഗ്ലേയ സാഹിത്യത്തിലെ സുന്ദരമായ ഒരു കവിതയാണ് ഇൻ ദ ബ്ലീക്ക് മിഡ് വിൻ്റർ എന്നത്. ക്രിസ്റ്റീന റൊസെറ്റി എന്ന കവയിത്രി എഴുതിയ ഈ കവിത അവസാനിക്കുന്നത് ഈ വിധത്തിലാണ്: യെറ്റ് വാട്ട് ഐ ക്യാൻ ഐ ഗിവ് ഹിം എന്ന ചോദ്യത്തിന് അവിടെ മറുപടി കുറിക്കുന്നു: ഗിവ് മൈ ഹാർട്ട്. ക്രിസ്തുവിന് പിറക്കുവാൻ, ഉണ്ണിയേശുവിന് പിറക്കുവാൻ, ദൈവദർശനത്തിൻ്റെ വേദിയാകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. അതിന് ഈ ക്രിസ്മസ് മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റെ നല്ല ആശംസകൾ നേരുന്നു.